അമ്മു അമ്മു എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മോളാണ്. കൊച്ചിലെ മുതൽ പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും പോയതിന് ശേഷം എനിക്കൊരു കൂട്ടെന്ന് പറയുന്നത് ഇവളാണ്. അപ്പം ഞാൻ ഇവളിലെ കൈവഴിച്ച് തരും അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. ഞാൻ ഇവളെ വഴക്ക് പറയും, തല്ലും, എല്ലാം ചെയ്യും. പക്ഷെ അവളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. എന്നും ആഗ്രഹിക്കുന്നത് നിങ്ങൾ സന്തോഷമായിട്ട് നിൽക്കുക, സ്നേഹത്തോടെ നിൽക്കുക, ഒരുമിച്ച് ജീവിക്കുക. നേബിളിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് എൻ്റെ ഹൗസ് മേറ്റ്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ്. ഫസ്റ്റ് എൻ്റെ ആ ഹൗസ് മേറ്റ്സിനെ നയാഗ്ര ഫോൾസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാറ് റെൻ്റ് എടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ചേച്ചിയായാലും അദ്ദേഹം ഇതുവരെ ഫുൾ എല്ലാ കാര്യത്തിനും ചേട്ടനെ സപ്പോർട്ട് ചെയ്ത്, ചേട്ടനെ മാത്രമല്ല നമ്മുടെ വീട്ടുകാരെയും അമ്മേനെ ആയാലും നമ്മളെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആൾക്ക് ഇച്ചിരി വൃത്തിയുടെ അസുഖമുണ്ട്, ആൾക്ക് ഇച്ചിരി ക്ലീനിങ്ങിൻ്റെയും അതിൻ്റെ അസുഖമുണ്ട്. സോ ഒരു സാധനം എടുത്തോട്ട് വെക്കണം. ഞാനാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഞാനിത് വലിച്ചു വരിയിട്ട് പോവും. ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഓഫീസിൽ ഇപ്പം ഞാനിരിക്കുന്ന ഡെസ്ക്, ഞങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യണേ, അപ്പം ഞാനിരിക്കുന്ന ഡെസ്ക് ആ കലമ്പാക്കിയിട്ടുണ്ടാവും. അവള് വന്നിട്ട് അതൊക്കെ ഇറക്കി പറക്കി വെച്ച് അവള് ശാന്തയാണ്, അവളല്ലെന്നാ പറയുന്നത്. പക്ഷെ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്, അവള് ശാന്തയാണ്. അനുസരിച്ച് വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ സ്നേഹത്തോടെയുള്ള ഇടപെടൽ, സംസാരം. ഏബിൾ മോൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഏറ്റവും നന്ദിയോടെ സ്നേഹത്തോടുകൂടി ഏബിൾ മോനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞ ഈ ദിവസത്തിന് വേണ്ടിയിട്ട്. അവരുടെ മനസ്സമ്മതത്തിൻ്റെ സ്പെഷ്യൽ ദിവസത്തിൽ രണ്ടാൾക്കും, ഏബലിനും ജിജി ചേച്ചിക്കും എൻ്റെ സ്പെഷ്യൽ വിഷസ് ഞാൻ തരുവാണ്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. റെക്കോർഡിംഗ് വർക്ക് ചെയ്യില്ല.